എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി സദൃശ്യ വാക്യങ്ങൾ 16 അധ്യായം 25 വാക്യം. സദൃശ്യവാക്യങ്ങൾ 16:25. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു പ്രഭാതത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. 139 സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങളാണ് കഴിഞ്ഞ ധ്യാനങ്ങളിൽ തിരഞ്ഞെടുത്തത്. അതിൻ്റെ അവസാനത്തെ ഒരു ചിന്ത 139:11 ഇതിനോട് കൂട്ടി ചേർക്കുകയാണ്. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ. ദൈവത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോകാനുള്ള വ്യഗ്രത കാണിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ ചില പരീക്ഷണങ്ങളെ ദാവീദ് അടർത്തി എടുത്ത് ഈ വാക്കുകളിലൂടെ നമുക്ക് പകരുന്നു. എന്നാൽ അതിൻ്റെ അനന്തരഫലം എങ്ങനെയായിരിക്കും? അതിൻ്റെ അർത്ഥശൂന്യത എങ്ങനെയാണ്? ഇതെല്ലാം ഈ ഭാഗത്ത് വിവരിക്കുന്നു. അന്ധകാരത്തിൻ്റെ മാർഗം അതാണ് ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറയുന്നത്. ഇരുട്ടും വെളിച്ചവും എല്ലാം ദൈവത്തിന് ഒരുപോലെ തന്നെയാണ്. ഇരുട്ട് വരുത്തി ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കാനുള്ള സാഹസികമായ 4ാമത്തെ ഒരു ശ്രമമാണ്. ആ ഒരു ശ്രമമാണ് സദൃശ്യവാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്. മരണമാകുന്ന അന്ധകാരം വരുത്തുകയാണ് പലരും ചെയ്യുന്നത്. അതായത് ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒളിച്ചോടി എല്ലാറ്റിനും അവസാനം വരുത്താൻ ശ്രമിക്കുക. ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആത്മഹത്യ ചെയ്യുന്നവരെ സംസ്കരിക്കാൻ പല സഭകളും പ്രത്യേക ശുശ്രൂഷ ക്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 139 സങ്കീർത്തനം അതിനോട് ചേർത്ത് വായിക്കാറുണ്ട്. കാരണം അന്ധകാരത്തിൻ്റെ പാത തിരഞ്ഞെടുത്തവരാണ് ആത്മഹത്യ ചെയ്യുന്നവർ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യാ നിരക്ക് വളരെ വർദ്ധിച്ചിട്ടുണ്ട്. കടക്കെണിയിൽ അകപ്പെട്ട കർഷകർ, കുടുംബകലഹത്തിന് ഇരയായിട്ടുള്ളവർ, പ്രേമനൈരാശ്യം ബാധിച്ചവർ, തിരിച്ചടികൾ നേരിടാൻ കരുത്തില്ലാത്തവർ, ഇങ്ങനെ പോകുന്നു അവരുടെ പട്ടിക. സാക്ഷരതയിലും ആരോഗ്യ പരിപാലനത്തിലുമൊക്കെ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ ഇത് വർദ്ധിച്ചു വരുന്നത് വിരോധാഭാസമാണ്. ഒരു വൈദികനുണ്ടായ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാത്രി വളരെ വൈകിയ സമയത്ത് ഒരു ടെലിഫോൺ കോൾ വന്നു. പേര് വെളിപ്പെടുത്താത്ത ഒരു വനിതയാണ് സംസാരിക്കുന്നത്. ഫോൺ എടുത്തിട്ടുള്ളത് വൈദികൻ തന്നെയാണെന്ന് ബോധ്യം വരുത്തിയ ശേഷം അവർ സംഭാഷണം ആരംഭിച്ചു. അച്ഛാ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ഇതൊരു അപകട മരണമാണെന്ന് വരുത്തത്തക്കവണ്ണമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്. ആർക്കും ഒരു സംശയവും ഉണ്ടാകില്ല. എന്നാൽ ഒരു കാര്യം മാത്രമാണ് എന്നെ അലട്ടുന്നത്. ഈ കൃത്യത്തിൽ നിന്ന് എന്നെ പുറകോട്ട് വലിക്കുന്നത് ഒരു പ്രശ്നം മാത്രം. എനിക്കതിന് വ്യക്തമായൊരു ഉത്തരം അച്ഛൻ നൽകണം. അവരുടെ പ്രശ്നം ഇതാണ്: ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ മരിച്ച ശേഷം നിലകൊള്ളേണ്ടി വരുമോ? കുറച്ച് സമയത്തെ മൗനത്തിന് ശേഷം ഈ വൈദികൻ യുവതിക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ
139 സങ്കീർത്തനം അവധാനതയോടെ വായിച്ച് ധ്യാനിക്കുക എന്നതാണ്. ആ നിർദ്ദേശം ആ സ്ത്രീ അംഗീകരിച്ചുവോ ഇല്ലയോ എന്നതിന് പിന്നീട് അറിവില്ല. നിരീശ്വരവാദവും ആജ്ഞേയവാദവും എല്ലാം തന്നെ അന്ധകാരം വരുത്താനുള്ള സാഹസിക ശ്രമമാണ്. ദൈവത്തിൻ്റെ ചൈതന്യവും പ്രഭാവവും എല്ലാം കൺമുൻപിലുണ്ടായിട്ടും അവയെ നിഷേധിച്ചുകൊണ്ട് ദൈവമില്ല എന്ന് വാദിക്കുകയും അങ്ങനെ ദൈവത്തിൽ നിന്ന് വിട്ടുപോകുകയുമാണ്. നട്ടുച്ച സമയത്ത് പ്രകാശം നമുക്ക് ചുറ്റും അലയടിച്ച് നിൽക്കുമ്പോൾ ഒരാൾ കണ്ണടച്ചുകൊണ്ട് പറയുന്നു, ഇപ്പോൾ ഇരുട്ടാണ്. ആ മനുഷ്യനെ സംബന്ധിച്ച് അത് ശരിയാണ്. പക്ഷേ അതുകൊണ്ട് പ്രകാശം ഇല്ലാതാകുന്നില്ല. പ്രകാശവലയത്തിൽ നിന്ന് അയാൾ അന്യമാകുന്നുമില്ല. 139 സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ട ഒളിച്ചോട്ടങ്ങളെല്ലാം തന്നെ വിഫലമെന്ന് സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നോ സ്നേഹവലയത്തിൽ നിന്നോ നമുക്ക് തെന്നി മാറാൻ സാധിക്കില്ല. കാരണം ദൈവം നമ്മെ സമ്പൂർണമായി അറിയുന്നു. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഈ ഒരു തിരിച്ചറിവിലേക്ക് വായനക്കാരൻ്റെ ശ്രദ്ധയെ സങ്കീർത്തനം ശക്തമായി ക്ഷണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ വിട്ട് മാറിപ്പോകുന്നത്? ഒരു പോലീസുകാരനെ പേടിച്ചോടുന്ന കള്ളനെ പോലെ നാം ദൈവം മുമ്പിൽ നിന്ന് ഓടി അകലേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ദൈവം കാരുണ്യവാനും സ്നേഹം നിറഞ്ഞവനും നമ്മെ കരുതുന്നവനുമാണ്. അവിടുന്ന് നല്ല ഇടയനാണ്. 99നെയും വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ തേടി വരുന്ന നല്ല ഇടയൻ. അവിടുന്ന് സ്നേഹനിധിയായ പിതാവാണ്. വീട് വിട്ട് ദൂരദേശത്ത് ദൂർത്തനായി ജീവിക്കുന്ന മകനെ തേടി വരുന്ന ഒരു പിതാവ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ ഉപമയിൽ അപ്പൻ്റെ അരികിലേക്ക് മകൻ മടങ്ങി വരുന്നതാണെങ്കിൽ ശുദ്ധ വേദപുസ്തകം ആകമാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മക്കളെ തേടി വരുന്ന സ്നേഹനിധിയായ ഒരു അപ്പനെ കുറിച്ചാണ്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എങ്കിലും കൈക്കൊള്ളാത്തവരെയും ചേർത്തുകൊള്ളാൻ സ്നേഹവായ്പോടെ നമ്മുടെ അരികിലേക്ക് വരുന്ന ദൈവം. ഈ ദൈവം കുറ്റപത്രവും കൊണ്ടല്ല വരുന്നത്, സൗജന്യമായ മോചനവുമായിട്ടാണ്. നമ്മെ ശാസിക്കാനോ പ്രതിക്കൂട്ടിൽ കയറ്റാനോ അല്ല, നമ്മെ ആശ്വസിപ്പിക്കാനും പുത്രത്വത്തിൻ്റെ സ്വാതന്ത്ര്യം നൽകുവാനുമാണ്. നമ്മുടെ ലംഘനങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് പ്രതികാരം ചെയ്യാനല്ല, തൻ്റെ ദയയ്ക്ക് അനുയോജ്യമായി നമ്മെ തൻ്റെ ദിവ്യമായ കൂട്ടായ്മയിൽ ചേർക്കാനാണ്. സമൃദ്ധിയായ ജീവൻ്റെ ഉടമകളാക്കി നമ്മെ മാറ്റാനായിട്ട് ദൈവം നമ്മുടെ അരികിലേക്ക് വരുന്നു. അതുകൊണ്ട് നല്ലവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറാനല്ല, അവിടുത്തെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. സങ്കീർത്തനക്കാരൻ്റെ വാക്കുകളോടെ നമ്മൾ ഇനിയും സമീപിക്കുമ്പോൾ, ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. അവയെ എണ്ണിയാൽ മണലിനേക്കാളധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ഈ ഒരു വലിയ സമർപ്പണത്തോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. നമ്മെ ചേർത്ത് നിർത്താൻ നമ്മുടെ ചാരെ വരുന്ന ദൈവം. അതുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടി സ്വയം തീർക്കുന്ന നിരാശയിലും അന്ധകാരത്തിലും അലഞ്ഞ് നടക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ,
അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഞങ്ങളുടെ നിരാശകളിലും ആകുലതകളിലും ഒറ്റപ്പെടലുകളിലും അങ്ങയിൽ നിന്ന് ഓടി അകന്നുപോയ എല്ലാ കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. തേടി വരുന്ന ദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരുക്കവും ആ വലിയൊരു വിശാലത ഞങ്ങൾക്ക് നൽകണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മാറാത്ത കൃപകളാൽ ഞങ്ങളെ നയിക്കുകയും കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ദൈവസന്നിധിയിൽ ഞങ്ങളേറെ സമർപ്പണ ബോധത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും നാളുകൾ നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയും ദൈവിക സമാധാനവും അനുഗ്രഹവും സാന്നിധ്യവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.